ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 3-ലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മൊഡ്യൂൾ 3-ൽ ഓൾറെഡി നമ്മൾ പഠിച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പായിരുന്നു അല്ലേ. സെൻട്രിഫ്യൂഗൽ പമ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അടുത്തൊരു ടൈപ്പ് ഓഫ് പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. നിങ്ങൾ ഈ കാണുന്ന ഫിഗർ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒരു ലൈൻ ഡയഗ്രാമാണ്. ഇത് ഓൾറെഡി നമ്മൾ ചെറിയ ഒരു വീഡിയോ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ കഴിയുന്ന ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അത് നമുക്ക് പിസ്റ്റൺ എന്ന് വിളിക്കാം. പിസ്റ്റൻ്റെ പ്രത്യേകത ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യും. ഒന്നിങ്ങോട്ട് മൂവ് ചെയ്യും, പിന്നെ ഒന്നിങ്ങോട്ട് മൂവ് ചെയ്യും. ഈ പിസ്റ്റണിൽ നിന്നും പോകുന്ന ഈ റോഡിനെ നമുക്ക് പിസ്റ്റൺ റോഡ് എന്ന് വിളിക്കാം. ഇവിടെ ക്രാങ്ക് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഈ ക്രാങ്കിൻ്റെ ഡ്യൂട്ടി പറഞ്ഞാൽ ക്രാങ്ക് ഇങ്ങനെ കിടന്ന് കറങ്ങും. ഓക്കെ, ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ പിസ്റ്റൺ റോഡിനെയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്ന ഭാഗത്തെ നമുക്ക് കണക്റ്റിംഗ് റോഡ് എന്ന് വിളിക്കാം. പിസ്റ്റനെയോ അല്ലെങ്കിൽ പിസ്റ്റൺ റോഡിനെയോ കണക്ട് ചെയ്യുന്ന, ക്രാങ്കുമായി കണക്ട് ചെയ്യുന്ന റോഡിനെ നമുക്ക് എന്ത് വിളിക്കാം? കണക്റ്റിംഗ് റോഡ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഈ പമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഒരു ഭാഗമാണിത്. ഈ പമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന പൈപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെലിവറി പൈപ്പ് എന്ന് വിളിക്കാം. സെൻട്രിഫ്യൂഗൽ പമ്പിലും നമ്മൾ ഡെലിവറി പൈപ്പ് മനസ്സിലാക്കിയിരുന്നു. ഈ ഡെലിവറി പൈപ്പിൻ്റെ മുന്നേ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. നമുക്കതിനെ ഡെലിവറി വാൾവ് എന്ന് വിളിക്കാം. ഓക്കെ, അതേപോലെ തന്നെ സമ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ലിക്വിഡ് സ്റ്റോർ ചെയ്യുന്നത് ആ സ്ഥലത്തെ നമുക്ക് സമ്പ് എന്ന് വിളിക്കാം. ഈ സമ്പിൽ നിന്നും പമ്പിൻ്റെ ഉള്ളിലേക്ക് ലിക്വിഡ് എത്തിക്കുന്ന പൈപ്പിനെ അല്ലെങ്കിൽ ആ ഒരു കോൺഡ്യൂറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? സക്ഷൻ പൈപ്പ് എന്ന് വിളിക്കാം. ഈ സക്ഷൻ പൈപ്പിൻ്റെയും പമ്പിൻ്റെയും ഇടയിലുള്ള വാൾവാണ് സക്ഷൻ വാൾവ്. ഇവിടെ ഒരു വാൾവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് സക്ഷൻ സൈഡിലായതുകൊണ്ട് നമുക്ക് സക്ഷൻ വാൾവ് എന്ന് വിളിക്കാം. വാൾവിൻ്റെ താഴ്ഭാഗത്തുള്ള പൈപ്പ് സക്ഷൻ പൈപ്പ് ആയിരിക്കും. ഇത് ഡെലിവറി വാൾവാണ്. ഡെലിവറി സൈഡിലെ വാൾവ് ആയതുകൊണ്ട് ഡെലിവറി വാൾവ് എന്ന് വിളിക്കാം. അതിൻ്റെ മുകളിലുള്ള പൈപ്പ് നമുക്ക് ഡെലിവറി പൈപ്പ് എന്ന് വിളിക്കാം അല്ലേ. ഇനി നമ്മൾ IC എഞ്ചിൻ പഠിച്ചിട്ടുണ്ടാവും. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന IC എഞ്ചിൻ, അതിൻ്റെ പ്രവർത്തനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ പ്രവർത്തനം തന്നെയാണ് ആക്ച്വലി ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ക്രാങ്ക് എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോൾ കണക്റ്റിംഗ് റോഡ് ഇങ്ങനെ റൈറ്റിലേക്ക് വരും. ഓക്കെ, ഇത് എയിൽ നിന്നും ഇങ്ങനെ സഞ്ചരിച്ച് ബിയിലൂടെ സഞ്ചരിച്ച് സിയിലെത്തുമ്പോൾ പിസ്റ്റൺ എവിടെ ആയിരിക്കും? പിസ്റ്റൺ ഈ ഭാഗത്തായിരിക്കും, ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഞാൻ ഒന്നുകൂടെ വരക്കാം. പിസ്റ്റൺ എയിൽ നിന്നും തുടങ്ങി ബിയിലൂടെ സിയിലെത്തുമ്പോൾ പിസ്റ്റൺ എവിടെ ആയിരിക്കും? ഈ അറ്റത്തായിരിക്കും. ഓക്കെ, അതിങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഈ എയിൽ നിന്നും തുടങ്ങി ബിയിലൂടെ സിയിലെത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സയൻറ്റിഫിക്കലി എങ്ങനെ പറയാം? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹാഫ് റൊട്ടേഷൻ. ഇങ്ങനെ ക്രാങ്ക് ഹാഫായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റപ്പ് നിൽക്കുന്നത് ഈ ഭാഗത്താണ്, ഏറ്റവും റൈറ്റ് സൈഡിലാണ്. നമുക്ക് അതിനെ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് വിളിക്കാം, ODC എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഔട്ടർ ഡെഡ് സെൻറ്ററിലാണ് ഇപ്പോൾ ആക്ച്വലി പിസ്റ്റൺ നിൽക്കുന്നത്, അതായത് റൈറ്റ് സൈഡിൽ. ഈ പിസ്റ്റൺ റൈറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ആദ്യം പിസ്റ്റൺ എവിടെയായിരുന്നു? ഈ ഭാഗത്തായിരുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വലിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും പിസ്റ്റൺ ഇല്ല. ഇപ്പോൾ പിസ്റ്റപ്പ് ഇവിടെ, അതായത് ഈ ഭാഗമൊക്കെ സ്പേസ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ സ്പേസ് ആയി കിടന്നു കഴിഞ്ഞാൽ പമ്പിൻ്റെ ഉള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കുറവുള്ള പ്രഷറിനെ നമുക്ക് വാക്വം പ്രഷർ എന്ന് പറയാം. നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയതാണ്. ഇവിടെ സമ്പിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും. അതായത് പമ്പിൻ്റെ ഉള്ളിൽ വാക്വം പ്രഷറും പുറത്തെ പ്രഷർ ഏതാ? അറ്റ്മോസ്ഫറിക് പ്രഷറുമാണ്. ഏതാ കൂടുതൽ? അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഈ ലിക്വിഡിന് അല്ലെങ്കിൽ ഫ്ലൂയിഡിന് സ്വഭാവമുണ്ട്, പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കും. അതായത് പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ പ്രഷർ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് പമ്പിൻ്റെ ഉള്ളിൽ പ്രഷർ വളരെ കുറവാണ്, പക്ഷേ പുറത്ത് പ്രഷർ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സക്ഷൻ വാൾവ് തുറന്ന് ലിക്വിഡ് എങ്ങോട്ട് കയറും? പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറും അല്ലേ. പമ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്ത് പ്രഷറാണ്? സക്ഷൻ പ്രഷറാന്ന് പറഞ്ഞു. സക്ഷൻ പ്രഷർ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒക്കെ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി കാണിക്കുക. ഈ വാൾവിനെ വലിച്ചെടുക്കും, ഈ വാൾവിനെ വലിച്ചെടുക്കും.
ഈ വാൾവിനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഇത് വന്ന് ഇവിടെ അടയും, ക്ലോസ് ചെയ്യും. പക്ഷേ ഈ വാൾവിനെ വലിച്ചെടുക്കുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ചെയ്യുക, ഡെലിവറി സെക്ഷൻ വാൾവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് മുഖാന്തരം ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ലിക്വിഡ് ഓട്ടോമാറ്റിക്കലി സമ്പിൽ നിന്നും ഈ വാൾവ് ഓപ്പണായി പമ്പിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ കണക്റ്റിനോട് നിൽക്കുന്നത് സിയിലാണ്. ഇനി ഇവിടുന്ന് സിന്ന് ഡിക്ക് വരികയാണ്, പിന്നെ എക്കനെ തിരിച്ചെത്തുകയാണ്. അതായത് അടുത്ത ഹാഫ് റൊട്ടേഷൻ, അതായത് അടുത്ത 180 ഡിഗ്രി, 0, 90, 180, 270, 360. നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫുൾ റൊട്ടേഷനാണ്. അങ്ങനെ ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 0 ആയിരിക്കും, 90 ആയിരിക്കും, 180 ആയിരിക്കും, 270 ആയിരിക്കും, 360 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി കറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി അടുത്തത് സിയിൽ നിന്ന് ഇപ്പോൾ കറങ്ങി അവിടെ എത്തി 180 ഡിഗ്രി കറങ്ങി, പകുതി റൊട്ടേറ്റ് ചെയ്തു. ഇനി അടുത്ത പകുതി, അടുത്ത 180, അതായത് 180 നിന്ന് 270 എത്തി, പിന്നെ 360 എത്തി. ഇങ്ങനെ തിരിച്ച് സിയിൽ നിന്നും ക്രാങ്ക് എയിലെത്തുമ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ സഹായത്തോടു കൂടി പിസ്റ്റപ്പ് എവിടെ നിൽക്കുക? ഈ ഭാഗത്ത് നിൽക്കുക, ഈ എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷനിൽ. ഓക്കെ, അതായത് ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറയാം, IDC എന്ന് രേഖപ്പെടുത്താം. ഇപ്പോൾ ഇന്നർ ഡെഡ് സെൻറ്ററിലാണ്, അതായത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ് പിസ്റ്റൺ നിൽക്കുന്നത്. ആ പിസ്റ്റൺ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമുക്കറിയാം, ആദ്യം ഈ ക്രാങ്ക് എയിൽ നിന്നും സിയിലേക്ക് എത്തുമ്പോൾ പിസ്റ്റൺ എവിടെയായിരുന്നു? ഈ ഭാഗത്തായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഭാഗത്തൊക്കെ സ്പേസ് ആയിരിക്കും, ഇതിലൂടെ ലിക്വിഡ് കയറിയിട്ട് പമ്പിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും, ഫില്ല് ചെയ്ത് നിൽക്കും. ഇനി അടുത്ത റൊട്ടേഷനിൽ, അതായത് സിയിൽ നിന്നും ഡിയിലൂടെ ഈ തിരിച്ച് എയിലെത്തുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആരുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, അല്ലേ? ഈ ഫ്ലൂയിഡിനെയും കൊണ്ടാണ് പിസ്റ്റൺ വരുന്നത്. സോ ഫ്ലൂയിഡിനെ കൊണ്ട് പിസ്റ്റൺ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഫ്ലൂയിഡ് പുറം തള്ളാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. പുറം തള്ളുന്ന സമയത്ത് ഈ വാൾവ്, അതായത് സെക്ഷൻ വാൾവ് ക്ലോസ്ഡ് ആവും, ഡെലിവറി വാൾവ് ഓപ്പൺ ആവും. ഇങ്ങനെ ഈ ഫ്ലൂയിഡിനെ ഒരു ചെറിയ തരത്തിലൊന്നാണ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ വർദ്ധിക്കും. ഈ പ്രഷർ മുഖാന്തരം ഈ വാൾവ് ക്ലോസ് ചെയ്യും, അതായത് സെക്ഷൻ വാൾവ് ക്ലോസ് ചെയ്യും, ഡെലിവറി വാൾവ് ഓപ്പൺ ആവും, ഡെലിവറി പൈപ്പിലൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലാണ് ആക്ച്വലി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പ്രവർത്തിപ്പിക്കുന്നത്. ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രാങ്ക് എയിൽ നിന്നും സിയിലേക്ക് വരുമ്പോൾ, അതായത് പകുതി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും? റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും. വാക്വം പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണ്. പക്ഷേ പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഓട്ടോമാറ്റിക്കലി ഈ ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഈ സക്ഷൻ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഡെലിവറി വാൾവ് ക്ലോസ്ഡ് ആവും, സക്ഷൻ വാൾവ് ഓപ്പൺ ആവും. ഇനി അടുത്ത പകുതി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിയിൽ നിന്നും ഡിയിലൂടെ എയിലേക്ക്, അല്ലേ? അടുത്ത പകുതി റൊട്ടേഷനിൽ പിസ്റ്റൺ, റൈറ്റിലുള്ള പിസ്റ്റൺ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. പക്ഷെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ ആര് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്? ഫസ്റ്റത്തെ സ്ട്രോക്കിൽ ആര് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്? ലിക്വിഡ് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്. ആ ലിക്വിഡിനെ മെല്ലെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ പ്രഷർ കൂടും. ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സെക്ഷൻ വാൾവ് ക്ലോസ്ഡ് ആവും, ഡെലിവറി വാൾവ് ഓപ്പൺ ആവും. ഈ ഡെലിവറി പൈപ്പിലൂടെ ലിക്വിഡ് പുറത്തേക്ക് പോകും. ഇവിടെ ഈ പിസ്റ്റൻ്റെ രണ്ട് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് ആക്ച്വലി, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് സക്ഷൻ പൈപ്പിലൂടെ ലിക്വിഡ് കയറുന്നത്, അല്ലേ? ഈ സ്ട്രോക്കിനെ, ഈ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് സക്ഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കാം. നോട്ട് ചെയ്ത് വെച്ചോ, സക്ഷൻ സ്ട്രോക്ക്. എന്താണ്? സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, നമുക്ക് എന്ത് വിളിക്കാം? സക്ഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ അവസ്ഥ പിസ്റ്റൺ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പമ്പിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡിനെ പുറം തള്ളുകയാണ്, അല്ലേ? അതിനെ നമുക്ക് ഡെലിവറി സ്ട്രോക്ക് എന്ന് വിളിക്കാം. ഡെലിവറി സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ സക്ഷൻ സ്ട്രോക്കും ഡെലിവറി സ്ട്രോക്കുമാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേം. ഓക്കെ, അപ്പോൾ സക്ഷൻ സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, ഡെലിവറി സ്ട്രോക്കും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള മറ്റു കാര്യം സംസാരിക്കുകയാണെങ്കിൽ, പിസ്റ്റൺ ഞാൻ പറഞ്ഞു ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലേ? ഈ ലെങ്ത് ഒരു 5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കറക്റ്റ് വാല്യൂ എന്നല്ല പറയുന്നത്, ഒരു വാല്യൂ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ 5 സെൻറ്റിമീറ്ററിനായിരിക്കും.
ഈ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രോക്ക് ലെങ്ത് എന്ന് വിളിക്കാം. സ്ട്രോക്ക് ലെങ്ത് സാധാരണ സൂചിപ്പിക്കുക എൽ എന്നുള്ള അക്ഷരം കൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രോക്ക് ലെങ്ത് എന്ന് വിളിക്കാം. പമ്പിന്റെ സെൻട്രൽ നിന്നും ഏത് ഹൈറ്റിലേക്കാണ് ലിക്വിഡ് എത്തിക്കുന്നത് ആ ദൂരത്തെ നമുക്ക് ഡെലിവറി ഹെഡ് എന്ന് വിളിക്കാം. സമ്പിൽ നിന്നും പമ്പിന്റെ സെൻട്രലിലേക്കുള്ള ദൂരത്തെ നമുക്ക് സക്ഷൻ ഹെഡ് എന്ന് വിളിക്കാം. സക്ഷൻ ഹെഡ് HS എന്നുള്ള ടേം കൊണ്ടും ഡെലിവറി ഹെഡ് HD എന്നുള്ള ടേം കൊണ്ടും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാവണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ സ്ട്രോക്ക് സക്ഷൻ സ്ട്രോക്ക് ആണ്, ഇത് മനസ്സിലാക്കി വെക്കുക. ആ സമയത്താണ് സമ്പിൽ നിന്നും പമ്പിൻ്റെ ഉള്ളിലേക്ക് ലിക്വിഡ് കയറുന്നത്. ആ സമയത്ത് തന്നെ സക്ഷൻ വാൾവ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ആവുന്നുണ്ട്. രണ്ടാമത്തെ സ്ട്രോക്കാണ് ഡെലിവറി സ്ട്രോക്ക്. ഈ ഡെലിവറി സ്ട്രോക്കിൽ നമുക്കറിയാം പമ്പിൽ നിന്നും പുറത്തേക്ക് ലിക്വിഡ് പമ്പ് ചെയ്യുന്നത് ഈ ഡെലിവറി സ്ട്രോക്കിലാണ്. ആ സമയത്ത് സക്ഷൻ വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും, ഡെലിവറി വാൾവ് ഓപ്പൺ ആയിരിക്കും. ഫസ്റ്റത്തെ സ്ട്രോക്കിൽ വാൾവിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? സക്ഷൻ സ്ട്രോക്കിൽ ഉള്ളിലേക്ക് ലിക്വിഡ് കയറുകയാണ് അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പാടില്ല. സക്ഷൻ വാൾവ് ഓപ്പൺ ആയിരിക്കും, ഡെലിവറി വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. ഡെലിവറി സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക? സക്ഷൻ വാൾവ് ക്ലോസ്ഡ് ആയിരിക്കണം, ഡെലിവറി വാൾവ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന് പ്രൊസീജിയർ എഴുതുമ്പോൾ അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.